എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. കൃഷ്ണമന്ത്രിയുടെ ഭാഗവത പഠന ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് നടത്തുന്നത് ഭാഗവതാചാര്യൻ ഡോക്ടർ പി വി വിശ്വനാഥൻ നമ്പൂതിരി സാറാണ്. സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 9-ാം അധ്യായത്തിലെ 8-ാമത്തെ ശ്ലോകം വരെയാണ് പറഞ്ഞു നിർത്തിയത്. ധ്രുവന്റെ പ്രാർത്ഥന. തുടർന്ന് ക്ലാസ് നടത്തുന്നതിന് സാറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹരിഓം സർ. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈവായനോ വിരഹകാതരയാജുഹാവ പുത്രേതി തന്മയതയാതരവോഭിനേദുഃഖം സർവഭൂതഹൃദയം മുനിവാഹതസ്മി. സമാദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായിട്ടുള്ളതാണ്. മുമ്പ് പറഞ്ഞാല് ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധത്തിലെ 9-ാം അധ്യായത്തിന്റെ 9-ാമത്തെ ശ്ലോകം ആരംഭിക്കുന്നു. ധ്രുവസ്തുല്യാം. അതിൽ 2 ശ്ലോകം നമ്മൾ എടുത്തു. അടുത്ത ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. നൂനം വിമുഷ്ടമതയസ്തവ മായയാതേ യേ ത്വാം ഭവപ്രിയ വിമോക്ഷണമന്യഹേതോ അർച്ചന്തി കൽപ്പകതരും ഗുണപോപഭോഗ്യമിച്ഛന്തി യത്സ്പർശജം നരകേ വിനർവണം. നൂനം, തീർച്ചയായും, നിശ്ചയമാണ്. വിമുഷ്ടമതയ, മോഷ്ടിക്കപ്പെട്ട ബുദ്ധിയോട് കൂടിയ, വഞ്ചിക്കപ്പെട്ട ബുദ്ധിയോട് കൂടിയ, തവ മായ, അങ്ങയുടെ മായ കൊണ്ട് ബുദ്ധി വഞ്ചിക്കപ്പെട്ടതായിരിക്കുന്നു എനിക്ക്. തേ മായ, തവ മായ നൂനം വിമുഷ്ടമതയ. അങ്ങനെയുള്ള ആരാണോ തേ അവൻ ത്വാം അങ്ങേ ഭാവാപ്യയ വിമോക്ഷണമന്യഹേതോ. ഭാവാപ്യയ വിമോക്ഷണം, ജന്മമരണങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്ന. ഭവം ജനിക്കൽ, അപ്യയം നാശം, ജനനമരണങ്ങളാണ് ഭവാപ്യയങ്ങൾ. ഭാവാപ്യയത്തിൽ നിന്നും വിമോക്ഷണം, മുക്തി, അതിൽ നിന്ന് മോചിപ്പിക്കുന്ന. അന്യഹേതോ, മറ്റൊരു കാരണത്താൽ. അർച്ചന്തി, അർച്ചിക്കുന്നു. കൽപ്പകതരും, കൽപ്പവൃക്ഷത്തെ. ഗുണപോപഭോഗ്യം, ഗുണപം എന്ന് വെച്ചാൽ ജഡമായ ശരീരം എന്നാണ്. ആ ജഡമായ ശരീരം കൊണ്ട് അനുഭവിക്കാം ആയിരിക്കുന്ന യോഗ്യമായതിനെ ഗുണപോപഭോഗ്യം ഇച്ഛന്തി, ആഗ്രഹിക്കുന്നു. യാതൊന്നാണ് സ്പർശജം, സ്പർശം വിഷയമാണ്. സ്പർശജം വിഷയത്തിൽ നിന്നും ഉണ്ടാകുന്ന സ്പർശജമായ നരകേപി നൃണാം, നരകത്തിലും നൃണാം, മനുഷ്യർക്ക്. അങ്ങയുടെ മായ കൊണ്ട് വഞ്ചിക്കപ്പെട്ട ബുദ്ധിയോടുകൂടിയവരായ യാതൊരു മനുഷ്യരുണ്ടോ അവർക്കെല്ലാം വിഷയസമ്പർക്കം കൊണ്ടുണ്ടാകുന്ന സുഖം നരകത്തിലും ലഭിക്കും. അതിന് മാറ്റമുണ്ടാകുന്നതല്ല എന്നർത്ഥം. ഭക്തിക്ക് 2 വശങ്ങളുണ്ട്. ഒന്ന് ഫകാമം, ഒന്ന് നിഷ്കാമം. ഈ രണ്ടിനും വേണ്ടി ആൾക്കാർ ഇന്ന് അധികവും ഫകാമ ഭക്തന്മാരാണ്. നിഷ്കാമമില്ലാത്ത ഭക്തി ആദ്യം ആർക്കും ഉണ്ടാവാറില്ല. അതിന് കാരണം ഉണ്ടാവും, ഒരു ഹേതു ഉണ്ടാവും. അങ്ങനെയുള്ള ഫകാമ ഭക്തന്മാരുടെ ദോഷത്തെക്കുറിച്ച് പറയുകയാണ്.
ആ ഭഗാമഭക്തന്മാരെ മായ കൊണ്ട് വഞ്ചിക്കപ്പെട്ട ബുദ്ധിയോടുകൂടിയവരാണ്. അതുകൊണ്ട് അവർക്ക് എപ്പോഴെങ്കിലും ഭഗവത് ദർശനം ഉണ്ടായാൽ, ഭഗവാനെ കണ്ടാൽ, അവർക്ക് ഭൗതികമായ ആഗ്രഹങ്ങൾ മാത്രമേ പറയാനുള്ളൂ. നമ്മളെ പോലെ തന്നെ അമ്പലത്തിൽ പോയാൽ നമുക്കും നമ്മുടെ സങ്കടങ്ങൾ പറയുകയും ആവശ്യങ്ങൾ സാധിക്കുകയും ഒക്കെ ചെയ്യാനാണ് നമുക്ക് ഭക്തി. അത്ര മാത്രമേ ഉള്ളൂ. അതിനെയാണ് ഭഗാമഭക്തി. അതെന്തുകൊണ്ടാണ്? മായ കൊണ്ട് ബുദ്ധി വഞ്ചിക്കപ്പെട്ടതുകൊണ്ടാണ്. അങ്ങനെയുള്ളവരെ ആരാണോ അങ്ങയെ ഭജിക്കുന്നത് അവർക്ക് സംസാരബന്ധത്തിൽ നിന്നും ഒരിക്കലും മോചനം കിട്ടില്ല. അതിനെ മോചിപ്പിക്കാൻ പാകത്തിനുള്ള കൽപ്പവൃക്ഷമാണ് അങ്ങ്. സംസാരബന്ധത്തിൽ നിന്നും മോചിപ്പിക്കുന്ന ഒരു കൽപ്പവൃക്ഷമായ അങ്ങയെ മറ്റൊരു കാര്യത്തിനായിട്ട് ആര് ആണോ പൂജിക്കുന്നത്, ആരുടെ ഭക്തിയാണോ ഭൗതിക ഭോഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്, അവരെ ജഡശരീരം അനുഭവിക്കുന്നതിനെ ആണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ചോദിക്കുന്നതെല്ലാം ഈ നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കൾ മാത്രമേ ഉള്ളൂ. പ്രാപഞ്ചികമായ വസ്തുക്കൾ മാത്രമാണ് ഈശ്വരനോട് നമ്മൾ ചോദിക്കുന്നത്. അത് നമ്മെ പിന്നെയും പിന്നെയും ദുഃഖത്തിലേക്ക് ആഴ്ത്തുകയുള്ളൂ. ഇവിടെ കിട്ടുന്ന വിഷയങ്ങൾ നമുക്ക് ചോദിക്കണമെന്നില്ല, കാശ് കൊടുത്ത് മേടിക്കാം. കാശുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. അതിനുവേണ്ടി പ്രത്യേകിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല. ഭക്തിയെ അതിനുവേണ്ടി ഉപയോഗിച്ചിട്ട് ഈ ഭൗതിക ലോക ജീവിതത്തിൻ്റെ വിഷയസമ്പർക്കം കൊണ്ടുണ്ടാകുന്ന സുഖം, ആ സുഖം സ്വല്പകാലമേ ഉള്ളൂ, അല്പകാലമേ ഉള്ളൂ. അത് നരകത്തിൽ പോലും വേണമെങ്കിൽ ഈ സുഖം ലഭിക്കും. അതുകൊണ്ട് അങ്ങയുടെ ഭക്തന്മാർക്ക് കൽപ്പവൃക്ഷം പോലെയാണ് അങ്ങ്. ആഗ്രഹിക്കുന്ന കൊടുക്കുന്നതാണ് കൽപ്പവൃക്ഷത്തിന്റെ സ്വഭാവം. അതുപോലെ അങ്ങും ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ സാധിച്ചു കൊടുക്കും. ഏറ്റവും വലിയ മോക്ഷം കൊടുക്കാൻ കഴിവുള്ളവനാണ് അങ്ങ്. പക്ഷെ അങ്ങോട്ട് ചോദിക്കുന്നത് എനിക്ക് പരീക്ഷ ജയിക്കണം, വിവാഹം നടക്കണം, മക്കളുണ്ടാകണം, അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പൊ എത്ര തുച്ഛങ്ങളായ ഭൗതിക വിഷയങ്ങളാണ് ചോദിക്കുന്നത്. വേറെ എങ്ങൊന്നും ചോദിച്ച് കിട്ടാനാവാത്ത ബ്രഹ്മസായുജ്യം എന്ന പദം നൽകാൻ കഴിവുള്ള ഒരാളുടെ മുമ്പിൽ ചെന്നിട്ടാണ് ഈ ലഘുവായ കാര്യങ്ങൾ ചോദിക്കുന്നത്. കോടിക്കണക്കിന് സ്വർണം തരാൻ കഴിവുള്ള ഒരു രാജാവിന് മുമ്പിൽ ചെന്ന് എനിക്കൊരു കുമ്പളങ്ങ മതി എന്ന് ചോദിക്കുന്നവരുണ്ട്. അതുപോലെ പരിഹാസ്യരായിത്തീരും സകാമ ഭക്തന്മാരുടെ നിലയാണ്. അതുകൊണ്ട് അങ്ങയെ കണ്ടാൽ മോക്ഷമാണ് ചോദിക്കേണ്ടത്, പക്ഷെങ്കിൽ എനിക്ക് അങ്ങനെ പറ്റിയില്ല എന്ന് പറയാൻ പോകാം. താനിവിടെ സകാമ ഭക്തനായി. താൻ എന്താ ഭഗവാനോട് ചോദിക്കാൻ പോയത്? അച്ഛനെ മടിയിൽ കയറിയിരിക്കണം, അതേ ഉള്ളൂ. മോക്ഷത്തിന് വേണ്ടിയാണോ ഈ ധ്രുവൻ തപസ്സിന് പോയത്? അല്ല എന്ന് ഉറപ്പായി. ധ്രുവൻ തന്നെ പറയാം. കാരണം എൻ്റെ ബുദ്ധി മായ കൊണ്ട് വഞ്ചിക്കപ്പെട്ടതുകൊണ്ട് ഞാൻ അങ്ങയോട് ചോദിച്ചത് കൽപ്പവൃക്ഷത്തോട് ചോദിക്കുന്ന പോലെയാണ്. കൽപ്പവൃക്ഷത്തോട് ചോദിച്ചത് കൊടുക്കും, അത്രേ ഉള്ളൂ. ഈ ശരീരം കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വിഷയങ്ങൾ മാത്രമാണ്. അത് എവിടെയും സുഖം നൽകുന്നതാണ് എന്ന് തൽക്കാലം തുച്ഛ സുഖമാണത്. അപ്പൊ എന്നെ പോലെയുള്ളവർ തൽക്കാലം ഇന്ദ്രിയത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ട തുച്ഛസുഖങ്ങളെ ആഗ്രഹിക്കുന്നവർ അങ്ങയുടെ മായാശക്തി കൊണ്ട് അപഹരിക്കപ്പെട്ടവരാണ് എന്നുറപ്പാണ്. അതുകൊണ്ട് ആണ് മനുഷ്യരധികവും പകാമഭക്തിയിലകപ്പെട്ട് ഇവിടെയുള്ള ആവശ്യങ്ങൾ മാത്രം ചോദിച്ച് അതുകൊണ്ട് സംതൃപ്തരായി തൽക്കാല സുഖം അനുഭവിച്ചു മടങ്ങുന്നു. ഇതല്ല ആത്യന്തിക സുഖം എന്ന ആനന്ദമാണ് അനുഭവിക്കുന്നത്. അത് തരാൻ കഴിവുള്ള ഒരാളാണ് അങ്ങ്. അങ്ങയെ കണ്ടിട്ടും എനിക്കത് ചോദിക്കാൻ പറ്റില്ല. നൂനം വിമുഷ്ടമതയസ്തവമായയാതെ
ഏത്വാം ഭവപ്രിയ വിമോക്ഷണമന്യഹേതോ അർച്ചന്തി കൽപ്പകതരും ഗുണപോപഭോഗ്യം ഇച്ഛന്തി യത് സ്പർശജം നരകേ വിനൃണാം. ഏ ഭവാപ്രിയ വിമോക്ഷണം കൽപ്പകതരും ത്വാം അന്യഹേതോ അർച്ചന്തി ഗുണപോപഭോഗ്യം ഇച്ഛന്തി തേ തവ മായയാ വിമുഷ്ടമതേഹ നൂനം യത് സ്പർശജം സുഖം നൃണാം നരകേപി. നൂനം വിമുഷ്ടമതയസ്തവ മായയാതേ ഏത്വം ഭവപ്രിയ വിമോക്ഷണമന്യഹേതോ അർച്ചന്തി കൽപ്പകതരും ഗുണപോപഭോഗ്യമിച്ഛന്തി യത് സ്പർശജം നരകേപി നൃണാം. നൂനം വിമുഷ്ടമതയസ്തവ മായയാതേ ഏത്വാം ഭവപ്രിയ വിമോക്ഷണമന്യഹേതോ അർച്ചന്തി കൽപ്പകതരും ഗുണപോപഭോഗ്യമിച്ഛന്തി യത് സ്പർശജം നരകേപി നൃണാം. യാ നിർവൃതിസ്തനുഭൃതം തവ പാദപത്മധ്യാനാത് ഭവജ്ജനകഥാശ്രവണേന വാ സ്യാത് സ്വാബ്രഹ്മണി സ്വമഹിമന്യപി നാഥമാഭൂത് കിന്തു അന്തകാഫിലുളിതാൻ പതതാം വിമാനാത്. യാതെന്നാണോ നിർവൃതി, നിർവൃതി മോക്ഷം ആനന്ദാനുഭവം, തനുഭൃതാം ശരീരികൾക്ക് തവ അങ്ങയുടെ പാദപത്മധ്യാനാത് അങ്ങയുടെ പാദപത്മം ധ്യാനിക്കുന്നത് കൊണ്ട് ഭവജ്ജന കഥാശ്രവണേന വാസ്യാത് അങ്ങയുടെ ഭക്തജനങ്ങളോടൊപ്പം ഇരുന്ന് കഥ കേൾക്കുന്നതോ ആവട്ടെ, അങ്ങനെയുള്ള കഥ കേൾക്കുന്നത് കൊണ്ടോ അങ്ങയുടെ പാദപത്മത്തെ ധ്യാനിക്കുന്നത് കൊണ്ടോ യാ നിർവൃതി, യാതൊരു മോക്ഷമാണോ തനുഭൃതാം മനുഷ്യർക്കുണ്ടാകുന്നത്, അത് ബ്രഹ്മണി സ്വമഹിമനി അപി നാഥമാഭൂത്, അത് സ്വമഹിമനി സ്വന്തം മഹിമയുള്ളതായ ബ്രഹ്മത്തിൽ മാഭൂത് ഉണ്ടാകുന്നത്. അങ്ങയുടെ പാദപത്മം ധ്യാനിക്കുന്നത് കൊണ്ടോ അങ്ങയുടെ കഥ കേൾക്കുന്ന ജനങ്ങളോട് ഒന്നിച്ചിരുന്ന കഥ കേൾക്കുന്നത് കൊണ്ടോ യാതൊരു ആനന്ദാനുഭവമാണോ ഉണ്ടാകുന്നത്, അത് സ്വന്തം മാഹാത്മ്യമുള്ള ബ്രഹ്മത്തിൽ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് അന്തകാഫിലുളിതാത് കിന്തു അന്തക അഫിലുളിതാത്, കിന്തു എന്നാൽ അന്തകന്റെ വാളുകൊണ്ട് മുറിക്കപ്പെട്ട, അന്തക അഫി ലുളിതാത്, അഫി വാള്, ലുളിതം മുറിക്കപ്പെട്ട, അന്തകൻ കാൽ. അങ്ങനെ അന്തകന്റെ വാളുകൊണ്ട് മുറിക്കപ്പെട്ടവരായിട്ട് വിമാനത്തിൽ നിന്നും, ആകാശത്തിൽ നിന്നും, സ്വർഗത്തിൽ നിന്നും പതതാം വീഴുന്നവർക്ക് കിന്തു എന്തു പറയാൻ. ഈ സുഖങ്ങളൊക്കെ അനുഭവിച്ചാലും ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി, തിരിച്ചിങ്ങോട്ട് തന്നെ കൊണ്ടുവരും. സകാമഭക്തന്മാർക്ക് സ്വർഗം വരെ പോകാൻ പറ്റിയേക്കാം, കാരണം അവരാവശ്യപ്പെടുന്നത് എനിക്ക് സ്വർഗം വേണം എന്നാണ്. അവിടെ വരെയുള്ള സുഖം കിട്ടിയേക്കാം. അങ്ങനെ ഭക്തി കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്ത് സ്വർഗം അനുഭവിക്കുന്നത് ശരിയല്ല എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ താപത്രയങ്ങളെ ഇല്ലാതാക്കുന്ന അങ്ങയുടെ പാദപത്മം ധ്യാനിക്കുന്നത് കൊണ്ടോ ഭക്തന്മാരുടെ കൂടെയിരുന്ന് അങ്ങയുടെ സച്ചരിതങ്ങൾ കേൾക്കുന്നത് കൊണ്ടോ യാതൊരു സുഖമുണ്ടോ, അതാണ് ആനന്ദം.
ബാക്കി ലഭിക്കുന്ന സുഖം തൽക്കാലത്തേക്കേ ഉള്ളൂ. അത് സ്വർഗം വരെ പോയാൽ തിരിച്ചു പോരേണ്ടി വരും. അതുകൊണ്ട് കാലസ്വരൂപനായ അന്തകന്റെ ആയുധം കൊണ്ട് മുറിക്കപ്പെടുന്നവർക്ക് അവരെ സ്വർഗലോകത്തുനിന്നും താഴേക്ക് വീണ് ലക്ഷ്യത്തിലെത്താതെ വീണ്ടും ഭൂമിയിലേക്ക് വരേണ്ടി വരും. ദേവന്മാരും അപ്സരസുകളും ഗന്ധർവന്മാരും ഒക്കെ ഒരു കാലത്ത് നശിക്കുന്നവരാണ്. ദേവന്മാരെ അമരന്മാരെന്ന് വിളിക്കുന്ന ഒരു കൽപ്പകാലം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഭീതിയില്ലാതിരിക്കുന്നവർക്കാണ് ആനന്ദമുള്ളത്. സ്വർഗാദികളെ ആഗ്രഹിക്കുന്നത് ബുദ്ധിയില്ലായ്മയാണ് ഒരു സാരം. ഇവിടെ അങ്ങയുടെ പാദപത്മം ധ്യാനിക്കുന്നത് കൊണ്ടോ കഥ കേൾക്കുന്നത് കൊണ്ടോ യാതൊരു ആത്മാനന്ദാനുഭൂതിയാണോ ഉണ്ടാകുന്നത്, അത് സ്വന്തം മഹാത്മ്യത്തെ ഉദ്ഘോഷിക്കുന്ന താൻ തന്നെയായി തീർന്നിരിക്കുന്ന ആ ബ്രഹ്മത്തിൽ മാധുര്യം ഉണ്ടാവില്ല. കാരണം ഭഗവത് പാദപത്മങ്ങളെ ധ്യാനിക്കുന്നത് ഒരു ലക്ഷ്യം സാധിക്കാനാണ്. ഭക്തന്മാരുടെ കൂടിയിരുന്ന ഭാഗവതം കേൾക്കുന്നതും ഒരു ലക്ഷ്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഉള്ളവർക്ക് ആ ഫലം കിട്ടും. പക്ഷെ സ്വർഗം വരെയുള്ളൂ, തിരിച്ചു പോരേണ്ടി വരും. നമുക്കെത്തേണ്ടത് അതിൻ്റെയും അപ്പുറത്ത് തിരിച്ചുവരവില്ലാത്തടത്താണ്. സ്വർഗം വരെ ചെന്നാലും വീണ്ടും തിരിച്ച് ഭൂമിയിൽ വന്ന് അന്തകന്റെ വാളുകൊണ്ട് ഇവിടേക്ക് ജനിച്ച് ഇവിടെ നിന്ന് കർമ്മം ചെയ്ത് ഇവിടെ നിന്ന് വീണ്ടും മരിച്ച് സ്വർഗത്തിലേക്ക് പോയി വീണ്ടും തിരിച്ചു വന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതാണ് സകാമ ഭക്തന്മാരുടെ മാർഗം. ഞാൻ അതിൽ പെട്ടുപോയത് കൊണ്ട് എനിക്കും ഇതാണിപ്പം അനുഭവിക്കാൻ കഴിയുന്നത്. അതിൻ്റെ അപ്പുറത്തുള്ള മോക്ഷമെന്നുള്ള ആ പദത്തിലേക്ക് എനിക്ക് എത്താൻ ആവുന്നില്ല എന്നുള്ളത് തൻ്റെ ഒരു പോരായ്മയാണെന്ന് ധ്രുവൻ ശരിക്ക് തിരിച്ചറിഞ്ഞിട്ട് സ്തുതിയിലെ ആദ്യ വാചകങ്ങൾ അതാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യാ നിർവൃതിസ്തനുഭൃതം തവ പാദപത്മധ്യാനാദ്ഭവജ്ജന കഥാശ്രവണേന വാഫ്യാത് ബ്രഹ്മണി സ്വമഹിമന്യപി നാഥമാഭൂത് കിന്തു അന്തകാഫിരുളിതാത് പതതം വിമാനാൻ. തനുഭൃതം തവ പാദപത്മധ്യാനാത് ഭവജ്ജന കഥാശ്രവണേന വാ യാ നിർവൃതി സ്യാത് സാ ഹേ നാഥ സ്വമഹിമനി ബ്രഹ്മണി മാ അന്തകാഫിരുളിതാത് വിമാനാത് പതതാം കിന്തു. സാധാരണ ഇപ്പോൾ ചെയ്യുന്ന ഭക്തന്മാർ ഭഗവത് പാദങ്ങളെ ധ്യാനിക്കലാണ്, അല്ലെങ്കിൽ സജ്ജനങ്ങളോട് കൂടിച്ചേർന്ന് കഥ കേൾക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് യാതൊരു നിർവൃതിയാണോ ഉണ്ടാകുന്നത്, അത് ആ നിർവൃതി, ആ സുഖം ബ്രഹ്മത്തിനുണ്ടാവില്ല. ബ്രഹ്മത്തിൽ ലയിച്ചാൽ പിന്നെ നിർവൃതിയില്ല, സുഖമില്ല, ആനന്ദമില്ല, ഒന്നുമില്ല. കാലന്റെ വാളുകൊണ്ട് വെട്ടേറ്റ് താഴെ വീണ് വീണ്ടും വീണ്ടും സ്വർഗം, നരകം, ജീവിതം, ദുഃഖം എന്നിങ്ങനെ കടന്നു പോകുന്നവരുടെ കാര്യം പിന്നെ പറയാനുണ്ടല്ലോ. യാ നിർവൃതിസ്തനുഭൃതം തവ പാദപത്മധ്യാനാദ്ഭവജ്ജന കഥാശ്രവണേന വാഫ്യാത് ബ്രഹ്മണി സ്വമഹിമന്യപി നാഥമാഭൂത് കിന്തു അന്തകാഫിരുളിതാത് പതതം വിമാനാൻ. യാ നിർവൃതിസ്തനുഭൃതം തവ പാദപത്മധ്യാനാദ്ഭവജ്ജന കഥാശ്രവണേന വാഫ്യാത് ബ്രഹ്മണി സ്വമഹിമന്യപി നാഥമാഭൂത് കിന്തു അന്തകാഫിരുളിതാത് പതതം വിമാനാത്.
യാ നിർവൃതിസ്തനുഭൃതം തവ പാദപത്മധ്യാനാത് ഭവജ്ജന കഥാശ്രവണേന വാഫ്യാത് ബ്രഹ്മണി സ്വമഹിമന്യപി നാഥമാഭൂത് കിന്വന്തകാഫിലുളിതാത് പതതാം വിമാനാത് ഭക്തിം മുഹു പ്രവഹതാം ത്വയി മേ പ്രസംഗോ ഭൂയാദനന്ദ മഹതാമരാശയാനാം ഏനാഞ്ചഫൽബണം ഒരു വ്യസനം ഭവാബ്ധിന്നേഹേ ഭവദ്ഗുണകഥാമൃതപാനമത്ത. ഭക്തി മുഹുപ്രവഹതാം, വീണ്ടും വീണ്ടും ഭക്തി ഇങ്ങനെ പ്രവഹിക്കുന്ന, ഒഴുകി വരുന്ന, ത്വയി അങ്ങയിൽ, മേ പ്രസംഗ, അങ്ങയിലെ എൻ്റെ പ്രസംഗം. പ്രസംഗത്തിന് ഇവിടെ പ്രഭാഷണം എന്നല്ല, സംസർഗം എന്നർത്ഥം. കൂടിച്ചേരൽ, അതാണ് പ്രസംഗം. പ്രകർഷണയുള്ള സംഘം, അതാണ് പ്രസംഗം. അതിന് മലയാളത്തിൽ നമ്മൾ പ്രഭാഷണം എന്നുള്ള അർത്ഥം വെറുതെ ഊഹിച്ച് പറയുന്നേ ഉള്ളൂ. ആ അർത്ഥം അതിനുള്ളതല്ല. ത്വയി മേ പ്രസംഗ ഭൂയാത്, ഭവിക്കട്ടെ, അനന്തമഹതാം അമരാശയാനാം, അനന്തമായ മഹാത്മ്യമുള്ള അമരാശയന്മാർക്ക്, നിർമ്മലമായ ആശയം അന്ധകരണത്തോട് കൂടിയവർക്ക്, അങ്ങയിൽ മുഹുഹു ഭക്തി പ്രവഹതാം, വീണ്ടും ഭക്തി വഹിച്ചുകൊണ്ടിരിക്കുന്ന ആ നിർമ്മലാത്മാക്കളായ സജ്ജനങ്ങളുടെ സംസർഗം എനിക്ക് ഉണ്ടാവും. ഹേ അനന്ത സംബോധനയാണ്. അന്തമില്ലാത്തവനായ ഭഗവൻ അങ്ങയിൽ എനിക്ക് വീണ്ടും വീണ്ടും ഭക്തി ഉണ്ടാവുക തന്നെ ചെയ്യണം. എന്താ അങ്ങനെ പറയാൻ കാരണം? ഏന, യാതൊരു ഭക്തി കൊണ്ട്, അഞ്ജഫ, ഉൽബണം, ഒരു വ്യസനം, ഭവാബ്ധിൻ, അഞ്ജഫ, പെട്ടെന്ന്, ഉൽബണം, ഭയങ്കരമായിരിക്കുന്ന, ഒരു വ്യസനം, വർദ്ധിച്ച ദുഃഖമുള്ള ഈ ഭവാബ്ധിയെ, സംസാരക്കടലിനെ, നേഷ്യേ, അഞ്ജഫാ നേഷ്യേ, ഒരു പ്രയാസം കൂടാതെ എനിക്ക് കടക്കാൻ പറ്റും. ഭവത് ഗുണകഥാമൃതപാനമത്ത, അങ്ങയുടെ ഗുണങ്ങൾ നിറഞ്ഞിരിക്കുന്ന കഥയാകുന്ന അമൃതം പാനം ചെയ്ത് മതിച്ചു പോകുന്ന ഒരാൾക്ക് ഈ സംസാരക്കടലിന്റെ അപ്പുറത്ത് കിടക്കാൻ ഒരു പ്രയാസവും ഉണ്ടാവില്ല. ഈ ഭഗവത് ധ്യാനത്തിൽ മുഴുകി മുഴുകി ഭക്തി ഉണ്ടാക്കിയെടുക്കാൻ ഇത്തിരി ക്ലേശമാണ്. അതിന് കുറേ നിയമങ്ങളും ഒക്കെ വേണം. പക്ഷെ അങ്ങയുടെ ഭക്തന്മാരായ സജ്ജനങ്ങളുടെ സംസർഗം കൊണ്ട് അനായാസമായിട്ടും ഭക്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനുവേണ്ടി എനിക്ക് അവരുമായിട്ടുള്ള സംസർഗം, കൂടിച്ചേരൽ ഉണ്ടാകാൻ അനുഗ്രഹിക്കണം. അത് സാധിച്ചാൽ അവരുടെ മുഖത്തു നിന്നും വരുന്ന ഭഗവത് ഗുണങ്ങളെ പ്രകാശിപ്പിക്കുന്ന കഥയാകുന്ന അമൃതം പാനം ചെയ്ത് അതിൽ മുങ്ങി പലവിധത്തിലുള്ള വ്യസനങ്ങളുടെ തുടക്കത്തെയും ഭയങ്കരമായ സംസാര സമുദ്രത്തെയും എനിക്ക് മറികടക്കാൻ കഴിയും. അതുകൊണ്ട് എനിക്ക് ഇടതടവില്ലാത്ത ഭക്തി ഇങ്ങനെ ഒഴുക്കിയെത്തണം. ഇടതടവില്ല, അഹൈതുക്യ അപ്രതിഹത ഭക്തി എന്ന് പ്രഹ്ലാദൻ പറഞ്ഞതാണ്. അപ്രതിഹതമായിരിക്കണം, ഒരു തടസ്സവും ഉണ്ടാവാത്ത ഭക്തി വേണം.
സാധാരണ ഭക്തിക്ക് തടസ്സമുണ്ടാവും. കാരണം നീണ്ടു നിൽക്കില്ല. തൽക്കാലം കാര്യം ഫലിച്ചാൽ പിന്നെ ഉടനെ ഭക്തിയൊന്നും ഉണ്ടാവില്ല. അമ്പലത്തിൽ പോയി കാര്യം ഫലിച്ചു, ഇനി ഒരാഴ്ച കഴിയട്ടെ, അടുത്ത വെള്ളിയാഴ്ച ആട്ടെ, നിങ്ങൾ കാത്തിരിക്കും. അതുവരെ അതിന് വിച്ഛേദം ഉണ്ടാകും. ഒരു നൈരന്തര്യം ഭക്തിക്കുണ്ടാവില്ല. അതുകൊണ്ട് അങ്ങനെ അല്ലാത്ത ഒരു ഭക്തി, നിരന്തരമായ ഭക്തി ഉണ്ടാവാൻ സജ്ജനങ്ങളുടെ സംസർഗം മാത്രം മതി. അതിൻ്റെ അനുഗ്രഹം എനിക്ക് തരണമേ എന്നൊരു പ്രാർത്ഥന. അതുകൊണ്ട് ഞാൻ സംസാരക്കളിൽ അപ്പുറത്ത് കിടന്നോളാം. ഭക്തിം മുഹു പ്രവഹതാം ത്വയിമേ പ്രസംഗോ ഭൂയാദനന്ദ മഹതാമലാശയാനാം ഏനഞ്ച ഫൊൽബണമൊരു വ്യസനം ഭവദ്ഭിന്നേഷേ ഭവദ്ഗുണകഥാമൃതപാനമത്താം. ഹേ അനന്ത, ത്വയി മുഹു ഭക്തിം പ്രവഹതാം അമരാശയാനാം മഹതാം പ്രസംഗഃ മേ ഭൂയാത്. ഏന ഭവദ്ഗുണകഥാമൃതപാനമത്തഃ ഒരു വ്യസനം ഉൽബണം ഭവാബ്ധിം അഞ്ജസാ നേഷ്യേ. ഭക്തിം മുഹു പ്രവഹതാം ത്വയിമേ പ്രസംഗോ ഭൂയാദനന്ദമഹതാമലാശയാനാം ഏനഞ്ച ഫൊൽബണമൊരു വ്യസനം ഭവാബ്ധിം നേഷ്യേ ഭവദ്ഗുണകഥാമൃതപാനമത്താം. ഭക്തിം മുഹു പ്രവഹതാം ത്വയിമേ പ്രസംഗോ ഭൂയാദനന്ദ മഹതാമലാശയാനാം ഏനഞ്ച ഫൊൽബണമൊരു വ്യസനം ഭവാബ്ധിം നേഷ്യേ ഭവദ്ഗുണകഥാമൃതപാനമത്താം. തേന സ്മരന്ത്യതിതരാം പ്രിയമീശമർത്യം ഏതന്വത സുഹൃദ്ഗൃഹവിത്തദാരാം ഏത്വബ്ജനാഭ ഭവദീയപദാരവിന്ദസൗഗന്ധ്യ ലുബ്ധഹൃദയേഷു കൃതപ്രസംഗാഹം. തേ ന സ്മരന്തി അതിതരാം പ്രിയമീശമർത്യം. അവരെ അതിതരാം വളരെയധികം ഭവദീയ പദാരവിന്ദ സൗഗന്ധ്യ ലുബ്ധഹൃദയേഷു, അങ്ങയുടെ പദാരവിന്ദമാകുന്ന സൗഗന്ധികത്തിൽ ലുബ്ധമായ ഹൃദയത്തോടു കൂടിയവരായി, അങ്ങയുടെ പാതാരവിന്ദത്തിന്റെ സൗരഭ്യം ആഗ്രഹിക്കുന്നവരോട് കൂടിയവരായി, കൃതപ്രസംഗാഹ ചേർച്ചയുണ്ടായി. പ്രസംഗം ചേർച്ചയാണ്, കൃതപ്രസംഗം ചേർച്ചയുണ്ടായതായി. അങ്ങയുടെ ഭക്തന്മാരോട് ചേർച്ചയുണ്ടായതായിട്ട് ആരാണോ ഹേ അബ്ജനാഭ ഭവദീയപദാരവിന്ദസൗഗന്ധ്യലുബ്ധഹൃദയേഷു കൃതപ്രസംഗഃ, അങ്ങനെയുള്ളവർ ആരാണോ അവരത്തെ ഈശ്വര പ്രിയം ഇഷ്ടപ്പെട്ട മർത്യം, ദേഹത്തെ മരിക്കുന്ന സ്വഭാവത്തോടു കൂടിയതാണ് മർത്യം, ദേഹം, ശരീരം. ദേഹത്തെയും അധഹ അതിനെ സംബന്ധിച്ചുള്ള സുഹൃദ്ഗൃഹവിത്തദാരാഹ, സുഹൃത്തുക്കള്, വീടുകള്, ധനങ്ങള്, ഭാര്യ, ഇവരെയൊക്കെ അതിതരം സ്മരന്തി, അധികം സ്മരിക്കില്ല. ആരാണോ അങ്ങയുടെ പാതാരവിന്ദമാകുന്ന സൗഗന്ധികത്തിൽ ഹൃദയമുറപ്പിച്ച് അതിനോട് ചേർച്ചയുള്ളവരായിട്ട് ആരാണോ ഉള്ളത്, അവര് സുതസുഹൃദ്ഗൃഹവിത്തദാരാഹ സ്മരന്തി. അവര് വീടിനെക്കുറിച്ചോ ധനത്തെക്കുറിച്ചോ ഭാര്യയെക്കുറിച്ചോ മക്കളെക്കുറിച്ചോ ഒന്നും അവർ ഇല്ല, ഓർക്കില്ല. അതുകൊണ്ട് ഹേ പത്മനാഭ, അങ്ങയുടെ പാതാരവിന്ദത്തിൽ നിന്നും വരുന്ന ആ സൗരഭ്യത്തെ
ആസ്വദിക്കുന്ന മഹാന്മാരുമായുള്ള സംസർഗമുണ്ടായാൽ ഈ ശരീരവും അതിനെ സംബന്ധിച്ചുള്ള പുത്രന്മാർ, ഭാര്യ, മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, വീട്, ധനം, ധാന്യം ഇതൊന്നും അവർ ഓർക്കില്ല. നല്ല വിരക്തിയുള്ളവർക്കേ ഭക്തിയോഗം പറ്റുകയുള്ളൂ. വിരക്തിയും ഭക്തിയുമാണ് ഒന്നിച്ചു നിൽക്കേണ്ടത്. നല്ല വിരക്തി വന്നെങ്കിലേ ഭക്തി ഉറയ്ക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് സ്മരിക്കുന്നില്ല. അല്പമുള്ള സ്മരണം പോലും ഭക്തി കൊണ്ട് നശിച്ചു പോകും. അതുകൊണ്ട് സംസാര സമുദ്രത്തെ കടക്കാൻ ജനങ്ങൾ അങ്ങയുടെ പാതാരവിന്ദത്തെ ആശ്രയിച്ച് കഴിയുന്ന ഭക്തന്മാരോട് കൂടി ചേർന്നിരുന്നാൽ മാത്രം മതി. സത്സംഗം മാത്രം മതി ലക്ഷ്യത്തിനെത്താൻ. പക്ഷേ അങ്ങനെ സത്സംഗം ചെയ്യുന്നവരും അതോടൊപ്പം വീട്, പുത്രന്മാർ, ധനം, സമ്പത്ത് എന്നിവയിലൊക്കെ ആകൃഷ്ടരായി പോയാൽ അവർക്ക് ലക്ഷ്യത്തെത്താൻ പറ്റില്ല. അതിനെ സ്മരണ കുറച്ചു കൊണ്ടുവന്നാൽ, വിരക്തി ഉണ്ടായാൽ മാത്രമേ ഭക്തി ഉണ്ടാകൂ എന്ന് കാണിക്കാനാണ് ഈ ശ്ലോകം ശ്രമിക്കുന്നത്. വൈരാഗ്യമില്ലാത്തവർക്ക് ഭക്തി ഉണ്ടാവില്ല. അഥവാ ഉണ്ടായാൽ അപ്പം തന്നെ നശിക്കും, നിലനിൽക്കില്ല. തേന സ്മരന്തതിതരാം പ്രിയമീഷമർത്യം ഏചാന്വതഫുതഫുഹുദ്ഗൃഹവിത്തധാരാം യത്വബ്ജനാഭഭവദീയപദാരവിന്ദഭൗഗന്ധ്യരുക്തഹൃദേഷു കൃതപ്രസംഗാഃ. ഹേ അബ്ജനാഭ, ഏ ഭവദീയപദാരവിന്ദഭൗഗന്ധ്യരുക്തഹൃദയേഷു കൃതപ്രസംഗാഃ തേ ഈശ മാർത്യം അധഃ അനു ഫുതഫുഹുദ്ഗൃഹവിത്തധാരാഃ ന സ്മരന്തി. തേന സ്മരന്തതിതരാം പ്രിയമീഷമർത്യം ഏതന്വതഫുതഫുഹുദ്ഗൃഹവിത്തധാരാം യത്വബ്ജനാഭഭവദീയപദാരവിന്ദഭൗഗന്ധ്യരുക്തഹൃദേഷു കൃതപ്രസംഗാഃ. തേന സ്മരന്തതിതരാം പ്രിയമീഷമർത്യം ഏതന്വതഫുതഫുഹുദ്ഗൃഹവിത്തധാരാം യത്വബ്ജനാഭഭവദീയപദാരവിന്ദഭൗഗന്ധ്യരുക്തഹൃദേഷു കൃതപ്രസംഗാഃ. ദിവ്യം നഗദ്വിജഫരീസൃപദേവദൈത്യാം മർത്യാദിഭിഃ പരിചിതം ഫദഫദ്വിശേഷം രൂപം സ്ഥവിഷ്ടമജതേ മഹദദ്യനേകം നാദപരം പരമ വേദ്മി ന യത്ര വാദം. തിര്യക്കുകള് നഖങ്ങൾ പർവ്വതങ്ങൾ, ദ്വിജങ്ങൾ പക്ഷികൾ, പരീസൃപങ്ങൾ സർപ്പങ്ങൾ, ദേവന്മാർ, ദൈത്യന്മാർ, മർത്യന്മാർ ആദികളാൽ പരിചിതം, എപ്പോഴും വ്യാപരിച്ചിരിക്കുന്ന പദസദ്വിശേഷം, സത്വം അസത്വമെന്ന വിശേഷത്തോടു കൂടിയതുമായ രൂപം സ്ഥവിഷ്ടം തേ, ഹേ അജ, തേ സ്ഥവിഷ്ടം രൂപം, അങ്ങയുടെ ഉറച്ചിരിക്കുന്ന സ്വരൂപം, മഹദാദി അനേകം, ആ സ്വരൂപം മഹത്തായിരിക്കുന്ന അനേകങ്ങളെ കാണിച്ചു തരാനുള്ളതാണ്. ന അതപ്പരം, ഹേ പരമ, ന വേദ്മി എത്ര വാദ, അതിൻ്റെ അപ്പുറത്ത് വാക്കിന് പ്രവൃത്തിയില്ല. വാദഹ എന്ന് വെച്ചാൽ വാക്ക്. എത്ര വാദഹ ന വേദ്മി, അവിടെ വാക്കിന് പ്രവൃത്തിയില്ല.
വാക്കും ഇന്ദ്രിയങ്ങളും ബുദ്ധിയും എവിടുന്ന് പിന്തിരിയുന്നുവോ അവിടെയാണ് ബ്രഹ്മസ്ഥാനം എന്ന് ഉപനിഷത്തുകൾ എപ്പോഴും പറയും. ജ്ഞാനം കൊണ്ടല്ല മോക്ഷം എന്ന് ഉറപ്പിക്കാൻ പോവാണ്. സത്സംഗതാണ് അവിടെ പ്രധാന കാരണം. ഭഗവാന്റെ തത്വം രണ്ട് വിധത്തിലാണ്, ഒന്ന് സ്ഥൂലം, ഒന്ന് സൂക്ഷ്മം. ആ സ്ഥൂലത്തെ മാത്രമല്ലാതെ സൂക്ഷ്മത്തെ അറിയാൻ പ്രയാസമായതുകൊണ്ട് ജ്ഞാനത്തിലൂടെ മോക്ഷം സുഖരം അല്ല. സ്ഥൂലവും സൂക്ഷ്മവും എന്ന രണ്ട് ഭാവമാണ് ഈശ്വരഭക്തയ്ക്കുള്ളത്. അതിൽ സ്ഥൂലത്തിൽ കൂടിയേ സൂക്ഷ്മതയിലേക്ക് എത്താൻ പറ്റുള്ളൂ. സ്ഥൂലമായ പ്രപഞ്ചത്തിലെ അനാവശ്യമായ വസ്തുക്കളൊക്കെ അറിയുമ്പോൾ മാത്രമേ നേതി നേതി എന്ന് പറഞ്ഞ് ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് ജന്മാദികളായ വികാരങ്ങളിൽ നിന്ന് വേറിട്ടവനാണ് അങ്ങ്. മൃഗങ്ങൾ, വൃക്ഷങ്ങൾ, പക്ഷികൾ, സർപ്പങ്ങൾ, ദേവന്മാർ, അസുരന്മാർ എന്നിങ്ങനെ പല രൂപങ്ങൾക്കും ആശ്രയമായിരിക്കുന്ന പൃഥ്വിയാദികളായ സ്ഥൂലങ്ങൾക്ക് ശബ്ദാദികളായ തന്മാത്രകൾ എന്ന സൂക്ഷ്മത്തിനും ആശ്രയമായിരിക്കുന്ന അങ്ങയുടെ സ്ഥൂല രൂപത്തെ മാത്രം ഞാൻ അറിയുന്നതല്ലാതെ സൂക്ഷ്മരൂപത്തെ എനിക്കറിയാൻ പറ്റുന്നില്ല. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഭഗവത് സ്വരൂപത്തെ മാത്രമേ എനിക്കറിയാൻ പറ്റുന്നുള്ളൂ. അതിൻ്റെ അപ്പുറത്തുള്ള ബ്രഹ്മതത്വമെന്ന ചൈതന്യത്തെ എനിക്കറിയാൻ പറ്റുന്നില്ല. വാക്കും മനസ്സും എത്താത്ത സ്ഥലമാണ്. ഏതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസ്സാസഹ. അതുകൊണ്ട് വേദവാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ഒന്നും എത്തിപ്പെടാനാവാത്ത ആ ഭാവത്തിലേക്കാണ് എൻ്റെ യാത്ര. പക്ഷെ എനിക്ക് തൽക്കാലം ലഭിക്കില്ല എന്നുറപ്പായി. സത്സംഗമാണ് മോക്ഷത്തിനുള്ള പ്രധാന കാരണം, ജ്ഞാനം അല്ല എന്ന് സ്ഥാപിച്ചിട്ട് സത്സംഗത്തിലൂടെ ഭക്തി ഉണ്ടായാൽ മാത്രമേ മോക്ഷത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. എളുപ്പമായ രണ്ട് വഴികൾ കാണിച്ചൊന്നാണ്. തിര്യങ്ങദ്വിജഫരീസൃപദേവദൈത്യാം മർത്യാദിഭിപരിചിതം സദസദ്വിശേഷം രൂപം സ്ഥവിഷ്ടമജതേ മഹദദ്യനേകം പരംപരമവേത്നയത്രവാദം. തിര്യങ് നഗദ്വിജഫരീസൃപദേവദൈത്യമർത്യാദിഭിഃ പരിചിതം പദസദ്വിശേഷം തേ സവിഷ്ടം രൂപം വേത്നി അതഃപരം ന വേത്നി. ന വാദഃ, ന വാക്കും എത്താൻ പറ്റില്ല. തിര്യങ് നഗദ്വിജഫരീസൃപദേവദൈത്യാം മർത്യാദിഭിഃ പരിചിതം സദസദ്വിശേഷം രൂപം സ്ഥവിഷ്ടമജതേ മഹദദ്യനേകം നാദഃ പരമവേത്നി യത്ര വാദം. തിര്യങ് നഗദ്വിജഫരീസൃപദേവദൈത്യാം മർത്യാദിഭിഃ പരിചിതം സദസദ്വിശേഷം രൂപം സ്ഥവിഷ്ടമജതേ മഹദദ്യനേകം നാദഃ പരമവേത്നി യത്ര വാദം. വാക്കവിടെ എത്തില്ല. അതാണ് ഏതോ വാചോ നിവർത്തന്തി ഉപനിഷത്തിൽ പറഞ്ഞാവുക. കൽപ്പാന്തയേതദഖിലം ജഠരേണ ഗൃഹ്ണൻ ശേതേ പുമാൻ സ്വദൃഗനന്ദ തദംഗേം എന്നാഭിസിന്ധുരുഹ കാഞ്ചന ലോകപത്മഗർഭേദ്യുമാൻ ഭഗവതേ സമതോസ്മി തസ്മൈ. കൽപ്പാന്തേ, കൽപ്പാന്തകാലത്ത് ഏതത് അഖിലം, അഖിലം ഏത് എല്ലാമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ ജഠരേണ ഗൃഹ്ണൻ വയറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നവനാണ് അങ്ങ്. കോടിക്കോടി പദാർത്ഥങ്ങളിലെ സൂക്ഷ്മാംശത്തെ മുഴുവൻ തൻ്റെ ജഠരത്തിൽ ഉൾക്കൊണ്ട് ഹിരണ്യഗർഭൻ, വിരാട് പുരുഷൻ എന്നൊക്കെ പേരിലാണ് അങ്ങ് അറിയപ്പെടുക. കൽപ്പാന്തേ
ഏതദഖിലം ജഠരേണ ഗൃഹ്ണൻ ശ്വേതേ കിടന്നുറങ്ങുകയാണ്. പുമാൻ സ്വദൃഗ് അനന്തഫകസ്തദംഗേ, യാതൊരു പുരുഷനാണോ തദംഗേ ആ ആദിശേഷന്റെ മടിത്തട്ടിൽ ശയിക്കുന്നത്, അനന്തഫകാ തത് അംഗേ, ആദിശേഷനാകുന്ന അനന്തന്റെ സഖാവായി സഹായത്തോടു കൂടിയവനായിട്ടാണ് ആ പാൽക്കടലിലെ അനന്തശയ്യയിൽ കിടക്കാൻ കാരണമായിരിക്കുന്നത്. എന്നാഭിസിന്ധുരുഹകാഞ്ചന ലോകപത്മാം, യാതൊരുവന്റെ നാഭിയാകുന്ന സിന്ധുവിൽ നിന്നും, എന്നാഭിസിന്ധുരുഹ അതിൽ നിന്നും മുളച്ചു വരുന്ന, പൊട്ടി വരുന്ന, ഉണ്ടായി വരുന്ന കാഞ്ചനലോകപത്മഗർഭേ, സ്വർണനിർമ്മിതമായ ലോകപത്മത്തിൽ ഗർഭിച്ചു നിൽക്കുന്ന ദ്യുമാൻ ശോഭയുള്ളവനായ ഭഗവതേ, അങ്ങേക്കായിക്കൊണ്ട് പ്രണതോസ്മിതസ്മൈ, ഇതാ ഞാൻ നമസ്കരിക്കുന്നു അങ്ങേക്ക് വേണ്ടിയെന്ന്. കൽപ്പാവസാന കാലത്ത് ഈ പ്രപഞ്ചത്തിൽ ശേഷിക്കുന്ന സകല പദാർത്ഥങ്ങളിലെയും സൂക്ഷ്മസ്വരൂപത്തെ തൻ്റെ ഉള്ളിലാക്കി അടക്കിക്കൊണ്ടാണ് പാൽക്കടലിൽ പോയി അങ്ങനെ കിടന്നുറങ്ങുക. അങ്ങനെ ഈ പരമപുരുഷനായ ഭഗവാൻ യാതൊരിടത്താണോ കിടക്കുന്നത്, സമുദ്രം പോലെ അഗാധമായ നാഭിയിൽ നിന്ന് സ്വർണം പോലെ തിളങ്ങുന്ന ഈ താമരയിൽ നിന്ന് തേജോമയനായ ബ്രഹ്മദേവൻ ജനിച്ചു. ആ പുരുഷോത്തമൻ അങ്ങ് തന്നെയാണ്, ജ്ഞാനാദികളായ ഐശ്വര്യങ്ങളുടെ നിധിയാണ്. അങ്ങനെയുള്ള അങ്ങയെ ഞാനിതാ നമസ്കരിക്കുന്നു. പ്രണതോസ്മി തസ്മൈ, തസ്മൈ അങ്ങനെയുള്ളവനായിക്കൊണ്ട് ഞാനിതാ നമസ്കരിക്കുന്നു. യത് നാഭിസിന്ധുരുഹ കാഞ്ചനലോ ലോകപത്മഗർഭേ, നാഭിയിൽ നിന്നുമുണ്ടായ സ്വർണനിർമ്മിതമായ ലോകപത്മത്തിൽ ലോകത്തെ മുഴുവൻ ഗർഭിച്ചു നിൽക്കുന്ന ശോഭയുള്ള ഭഗവാനായ അങ്ങയെ ഞാനിതാ നമസ്കരിക്കുന്നു. കൽപ്പാന്തയേ തുളക്കിലം ജഠരേണ. നിങ്ങൾക്ക് ആവശ്യമായ 10-15 മിനിറ്റ് ഞങ്ങോട്ട് വിളിക്കാം. കൽപ്പാന്തയേ തുളക്കിലം ജഠരേണ ഗൃഹ്ണൻ ശ്വേതേ പുമാൻ സ്വദൃഗനന്ദസഖസ്തദംഗേ, എന്നാഭിസിന്ധുരുഹകാഞ്ചനലോകപത്മഗർഭേദ്യുമാൻ ഭഗവതേ പ്രണതോസ്മി തസ്മൈ. കൽപ്പാന്തേ ഏതത് അഖിലം ജഠരേണ ഗൃഹ്ണൻ സ്വദൃക് സ്വയമേവ അനന്തസഖഃ യഃ പുമാൻ തദംഗേ, എന്നാഭി തദംഗേ ശ്വേതേ എന്നാഭിസിന്ധുരുഹ കാഞ്ചനലോകപത്മ ഗർഭേ ദ്യുമാൻ തസ്മൈ ഭഗവതേ പ്രണതഃ അസ്മി. കൽപ്പാന്തയേതദഖിലം ജഠരേണ ഗൃഹ്ണൻ ശ്വേതേ പുമാൻ സ്വദൃഗനന്ദസഖസ്തദംഗേ, എന്നാഭിസിന്ധുരുഹ കാഞ്ചനലോകപത്മഗർഭേദ്യുമാൻ ഭഗവതേ പ്രണതോസ്മി തസ്മൈ. കൽപ്പാന്ത ഏതദഖിലം ജഠരേണ ഗൃഹ്ണൻ ശ്വേതേ പുമാൻ സ്വദൃഗനന്ദസഖസ്തദംഗേ, എന്നാഭിസിന്ധുരുഹ കാഞ്ചനലോകപത്മഗർഭേദ്യുമാൻ ഭഗവതേ പ്രണതോസ്മി തസ്മൈ. ത്വം നിത്യമുക്തപരിശുദ്ധവിബുദ്ധാത്മാ കൂടസ്ഥാദിപുരുഷോ ഭഗവാൻസ്ത്യധീശ, യദ്ബുദ്ധ്യവസ്ഥിതിമഖണ്ഡിതയാ സ്വദൃഷ്ട്യാ ദൃഷ്ടാസ്ഥിതാവധിമഭോ വ്യതിരിക്ത ആഫേ. ത്വം അങ്ങ് നിത്യമുക്ത പരിശുദ്ധ വിബുദ്ധ ആത്മാ, അങ്ങ് നിത്യമുക്തനാണ്. ഒന്നിനോടും ഒരു നിമിഷം പോലും സംഘം ഇല്ല. നിത്യമുക്തനായതുകൊണ്ട് പരിശുദ്ധനാണ്.
ഉള്ളിൽ മാലിന്യങ്ങളൊന്നുമില്ല. ശുദ്ധ വിബുദ്ധ ആത്മാ. അങ്ങ് ശുദ്ധനാണ്, വിബുദ്ധനാണ്, വിബോധമുള്ളവനാണ്, ബോധസ്വരൂപനാണ്, ആത്മാവാണ്, എപ്പോഴും സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നവനാണ്, കൂടസ്ഥനാണ്, ഉറച്ചിരിക്കുന്നവനാണ്, ആദിപുരുഷനാണ്. അങ്ങനെയുള്ള ഭഗവാൻ ത്യധീശ, ത്രിഗുണങ്ങൾക്ക് ഈശനാണ്. അധീശ ത്രിധീശ, ത്രിഗുണങ്ങൾക്ക് ഈശനാണ് അങ്ങ്. യത് ബുദ്ധി അവസ്ഥിതിയും അഖണ്ഡിതയാ സ്വദൃശ്യ. യാതൊന്നാണോ ബുദ്ധിയിൽ അവസ്ഥിതമായ ഇരിക്കുന്ന അഖണ്ഡിതമായ സ്വന്തം ദൃഷ്ടി കൊണ്ട് ദ്രഷ്ട കാണുന്നു. ഹിതാവധിമേഘോ അധിമഖോ വ്യതിരിക്ത ആസേ. അതിമഖനായ, അധിമഖാന്തൽ മഖം യാഗം, യാഗത്തെ അധികരിച്ചത് ഫലമാണ്. അപ്പം യാഗത്തിൻ്റെ അധിമഖനായി, വ്യതിരിക്തനായി അങ്ങ് ഭവിക്കുന്നു. അതിമഖൻ യാഗത്തിൻ്റെ ഫലത്തിനും അപ്പുറത്ത്, അതിൽ നിന്നും ഭിന്നനായിട്ട് ആ ഫേ ഇരിക്കുന്നു, വർത്തിക്കുന്നു അങ്ങ്. കൽപ്പാന്തത്തിലെ ആദിശേഷനായ അനന്തന്റെ പുറത്താണ് അങ്ങ് കിടക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങ് പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളിലെയൊക്കെ അണുവായ അവസ്ഥയെ ഉള്ളിൽ വഹിച്ചിരിക്കുന്നവനായ പരമപുരുഷനാണ് അങ്ങ്, ബ്രഹ്മസ്വരൂപനാണ് അങ്ങ്. അങ്ങ് പാൽക്കടലിൽ കിടന്നുറങ്ങി എന്നൊക്കെ കേട്ടപ്പോൾ എനിക്കൊരാശങ്ക. എനിക്ക് ഉറക്കമുണ്ടോ, സ്വപ്നമുണ്ടോ, ജാഗ്രത ഉണ്ടോ? ഞങ്ങൾക്കല്ലേ ഇതൊക്കെ ഉള്ളൂ. ഈ ഭഗവാൻ ഇതൊക്കെ ഉണ്ടോ? ഷേതേന്ന് പറഞ്ഞില്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞ്? അങ്ങ് ആരാണ്? നിത്യമുക്തനാണ്, പരിശുദ്ധനാണ്, വിബുദ്ധനാണ്, ആത്മാവോട് കൂടിയവനാണ്, കൂടസ്ഥനാണ്, ആദിപുരുഷനാണ്, ത്യധീശനാണ്. ഇങ്ങനെയുള്ള അങ്ങ് എങ്ങനെയാണ് പാൽക്കടലിൽ കിടന്നുറങ്ങി എന്ന് പറയാൻ പറ്റും? ഉറക്കം എന്താണ്? ഗുണങ്ങളെ ബാധിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ. 4 അവസ്ഥകൾ ഗുണങ്ങളെ ബാധിക്കുന്നവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാത്തവർക്ക് ഈ അവസ്ഥ ഉണ്ടാവില്ല. അപ്പം ഈ ആശങ്ക പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ജീവാത്മാക്കൾ കാണപ്പെടുന്ന അവസ്ഥാഭേദങ്ങൾ പരമാത്മാവിൽ ഇല്ല. ബുദ്ധി അവസ്ഥിതം അഖണ്ഡിതയാ സ്വദൃഷ്ട്യാ ദൃഷ്ടാസ്ഥിതാവധി ഒക്കെ വ്യതിരിക്ത, വേർതിരിഞ്ഞിരിക്കുന്നവനാണ്. അരൂപനായ, ദുർഗുണനായ, അവ്യയനായ ആ ബ്രഹ്മസ്വരൂപം അത് സാധാരണക്കാർക്ക് കണ്ടെത്തി ആരാധിക്കാൻ പറ്റുന്നതല്ല. അതിനെ മറികടന്നെങ്കിൽ മാത്രമേ മുക്തി ഉണ്ടാവുകയുള്ളൂ. അവിദ്യ കൊണ്ടുള്ള ബന്ധനമാണ് മുക്തിക്ക് തടസ്സമായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് അവിദ്യാബന്ധത്തിൽ നിന്ന് മാറി നിന്ന് വേറിട്ട് രാഗദ്വേഷാദികളായ മാലിന്യം ഉള്ളിൽ നിന്ന് കളഞ്ഞ് നിത്യശുദ്ധനും ബുദ്ധനും ആത്മസ്വരൂപനും പരിപൂർണനുമായ ജീവൻ വികാരമുള്ളവൻ തന്നെയാണ് അങ്ങ് നിർവികാരൻ. ഞാനും അങ്ങ് തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ്. അങ്ങനെയുള്ള എനിക്ക് അങ്ങോട്ട് ചേരാൻ പറ്റുമോ? ഒന്നാകാൻ പറ്റുമോ? ഐശ്വര്യാദികളായ ഗുണമുള്ളവനാണങ്ങ്. അതേപോലെ ജ്ഞാനമുണ്ട്, നിത്യനാണ്, അപരിച്ഛിന്നനാണ്, അളക്കാൻ പറ്റില്ല.
ബുദ്ധിവൃത്തി കൊണ്ട് മാത്രമേ കാണാൻ പറ്റൂ. അതും എപ്പോഴും ഇല്ല, വല്ലപ്പോഴും ഉള്ളൂ. അങ്ങനെയുള്ള അങ്ങ് പുണ്യപാപരൂപങ്ങളായ കർമ്മങ്ങളിൽ ഫലം കൊടുക്കുന്നവനായിട്ട്, കർമ്മത്തിന് അധീനരായിട്ട് ജീവാത്മാവായിട്ട് ഭഗവാനിലും വിലക്ഷണമായി ജീവ ഉപാസ്യൻ തന്നെയാണ് അങ്ങെന്ന് കാണിക്കാനാണ് വ്യതിരിക്ത ആഫേ, വേർതിരിഞ്ഞ് വ്യതിരിക്തനായി തന്നെയാണ് അങ്ങിരിക്കുന്നത്. ത്വം നിത്യമുക്ത വിബുദ്ധാത്മാ കൂടസ്ഥാദിപുരുഷോ ഭഗവം സ്ഥിതീശം യദ്ബുദ്ധ്യവസ്ഥിതമഖണ്ഡിതയാ സുദൃഷ്ട്യാ ദൃഷ്ടാസ്ഥിതാവധിമുഖോ വ്യതിരിക്ത ആഫേ. ത്വം നിത്യമുക്തഃ പരിശുദ്ധഃ വിബുദ്ധഃ ആത്മാ കൂടസ്ഥഃ ആദിപുരുഷഃ ഭഗവാൻ രഥീശഃ അഖണ്ഡിതയാ സ്വദൃഷ്ട്യാ ബുദ്ധ്യവസ്ഥിതിം ദൃഷ്ടാ സ്ഥിതൗ അധിമഖഃ വ്യതിരിക്തഃ ആഫേ. ത്വം നിത്യമുക്ത പരിശുദ്ധ വിബുദ്ധാത്മാ കൂടസ്ഥ ആദിപുരുഷോ ഭഗവം സ്ഥിതീശം യദ്ബുദ്ധ്യവസ്ഥിതിമഖണ്ഡിതയാ സ്വദൃഷ്ട്യാ ദൃഷ്ടാസ്ഥിതാവധിമുഖോ വ്യതിരിക്ത ആഫേ. ത്വം നിത്യമുക്ത പരിശുദ്ധ വിബുദ്ധാത്മാ കൂടസ്ഥ ആദിപുരുഷോ ഭഗവം സ്ഥിതീശം യദ്ബുദ്ധ്യവസ്ഥിതിമഖണ്ഡിതയാ സ്വദൃഷ്ട്യാ ദൃഷ്ടാസ്ഥിതാവധിമുഖോ വ്യതിരിക്ത ആഫേ. അങ്ങനെ തനിക്ക് ഭഗവാനെ സ്തുതിക്കാൻ പോലും വാസ്തവത്തിൽ യോഗ്യതയുണ്ടായിട്ടല്ല. പക്ഷേ ഞാൻ സ്തുതിക്കുന്നത് മായാബന്ധത്തിൽ നിന്നും അപ്പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഇതിൽ അകപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അങ്ങേ നേരിട്ട് മുമ്പിൽ കണ്ടിട്ടും എനിക്ക് മുക്തിയോ മോക്ഷമോ ഒന്നും ചോദിക്കാൻ പറ്റിയില്ല. എനിക്ക് പറ്റിയത് എന്താണ്? ഈ അച്ഛനും മടിയിൽ കയറിയിരിക്കണം എന്നുള്ള ആഗ്രഹം മാത്രമാണ്. അതിനുവേണ്ടിയാണ് തൻ്റെ സമസ്ത പ്രയത്നവും എന്ന് 2 ശ്ലോകം കൊണ്ട് സ്തുതി. നമുക്കിന്ന് നിങ്ങൾ തീരില്ല, നമുക്ക് സമയമായിരിക്കാം, പിന്നെ ഉപസംഹരിക്കാം. അതിനുശേഷം ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.